ഹലോ ഗൈസ്, എന്താണ് വിശേഷം? അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ കാണി നമ്മുടെ വിളക്ക് തന്നെയാണ്. നമ്മൾ സാധാ വെക്കുന്ന പോലെ രാവിലെ വിളക്ക് വെച്ചിട്ടുണ്ട്. നമ്മളല്ലാണ്ട് കണിയൊന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെന്റെ രാവിലത്തെ എണീറ്റ് വന്ന കോലമാണ് ഗൈസ്. ആരും ഒന്നും വിചാരിക്കേണ്ട. പിന്നെ പല്ല് തേക്കാനും കുളിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോകാൻ. അപ്പോൾ ഇതാണ് കോസ്റ്റ്യൂം. കാരണം നമുക്ക് അമ്പലത്തിൽ പോയി കൈനീട്ടം വാങ്ങണമല്ലോ. അപ്പം അതിനുള്ള ഒരുക്കമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. അപ്പോൾ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ തേച്ചു. പിന്നെ പൗഡർ, നമ്മുടെ കുട്ടിക്കൂറ. ഞാനിങ്ങനെയാണ് ഇടുക. നിങ്ങളെങ്ങനെയാണ് ഇടുക? ഞാനിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കുത്തു കുത്താക്കിയിട്ട് പിന്നെ എല്ലാം കൂടെ എടുത്ത് തേക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് പരിപാടി നമ്മളെ കണ്ണെഴുതാണ്. അത് നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു പൊട്ടിട്ട് കൊടുത്തു. പിന്നെ ഒരു കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ ചേട്ടൻ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട് ഗൈസ്. അതാണ് ഈ ചിരിയുടെ കാരണം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലിപ് ബാം തേച്ച് കൊടുത്തു. അല്ലെങ്കിൽ എൻ്റെ ചുണ്ട് ആകെ വരണ്ട് സീനം. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു കുഞ്ഞി മാല ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. കമ്മലിട്ട് കൊടുത്തു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. മുടിയൊന്നും കെട്ടാനുള്ള ടൈം കിട്ടിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെയും മാറ്റിയിട്ട് പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. വേറെ ഒന്നുമല്ല, പനിയായിരുന്നു. അതിൻ്റെ ഒരു കരയരപ്പുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തി. നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് കൈനീട്ടമൊക്കെ വാങ്ങി കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ കുറച്ച് വീഡിയോസ് എൻ്റെ വകയായിട്ട് എന്തായാലും ഒരുങ്ങിയതല്ലേ. അപ്പോൾ കുറച്ച് വീഡിയോസ്, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പരിപാടി മെയിൻ ചായ കുടിക്കലാണ്. ഇന്ന് ചായ കുടിക്കാൻ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. കട്ടൻ ചായ ഉണ്ട്, പിന്നെ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ട്, പിന്നെ പഴം പുഴുങ്ങിയതുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ അതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സദ്യക്കുള്ള പരിപാടിയാണ്. അപ്പോൾ നാളികേരം ചെറിയ കൊടുക്കാണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ അമ്മ ഇവിടെ പപ്പടം വറക്കുന്നുണ്ട്. എല്ലാത്തിലും നമ്മൾ കൈവച്ച് സഹായിക്കുന്നു എന്നുള്ളൂ. മൊത്തം ക്രെഡിറ്റ് അമ്മയ്ക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ദേ സാമ്പാർ അവിടെ സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിലാണെങ്കിൽ അവിയലിനുള്ള കഷ്ണങ്ങളും മസാലയൊക്കെ കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ചോറ് ആവുന്നുണ്ട്. അടുത്തതാണ് നമ്മൾ മെയിൻ പരിപാടി. അതെ, പായസത്തിലേക്കുള്ള പരിപാടിയാണ് ഇനി. അപ്പം അതിലേക്ക് വേണ്ട പാലൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടല്ല, പൊട്ടിച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ ചോറാവുന്നുണ്ട്, ഒരു സൈഡിൽ അവിയലും വെന്താവുന്നുണ്ട്. പിന്നെ ഈ കിടക്കണ പാത്രങ്ങൾ അതെനിക്കുള്ള പണിയാണ്. കാരണം എല്ലാം കഴിഞ്ഞിട്ട് കഴുകുന്ന പരിപാടി തന്നെയാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് പരിപാടി പായസം ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനാണ്. ഞാനല്ല, അമ്മേനുണ്ടാക്കിയിട്ട് നമ്മളൊന്ന് കൈവച്ച് സഹായിക്കുന്നു എന്നുള്ളൂ. കോസ്റ്റ്യൂമൊന്നും നോക്കണ്ട, അത് വീട്ടിലല്ലേ സ്വാഭാവികം. കുറച്ച് നേരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിടുന്നു എന്നുള്ളൂ. ഓക്കെ, സൗണ്ട് വലിയ ക്ലിയറിനാവില്ല, കാരണം ഫ്രീയായിട്ടിരിക്കുകയാണ്. പിന്നെ തൊണ്ട ശരിയല്ല, അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പായസം അടിപിടിക്കാണ്ടിരിക്കാൻ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വിശന്നപ്പോൾ ഞാനൊരു നേന്ത്രപ്പഴം എടുത്ത് കഴിച്ചായിരുന്നു. പിന്നെ ഉച്ചക്കത്തുള്ള തൈരുണ്ടല്ലോ, പച്ചമുളകും ചുവന്നുള്ളിയും ഉപ്പൊക്കെ ഇട്ട് തൈര് സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അവിയൽ അങ്ങനെ സെറ്റായിട്ടുണ്ട്, അതൊന്ന് ടേസ്റ്റ് നോക്കാം. അങ്ങനെ പടക്കങ്ങളെന്നും ഞങ്ങളുടെ വീക്ക്നെസ് ആണെന്നും പറഞ്ഞ് ഞങ്ങൾ ആ പരിപാടി നിർത്തിയിട്ടോ. ഒടുക്കത്തെ വേലാണ്. നമുക്ക് അധികം നേരം അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കൂടെ കഴിഞ്ഞു പോകും. നെക്സ്റ്റ് പരിപാടിയാണ് മെയിൻ, ഫുഡ് അടിക്കുക. അങ്ങനെ കുറച്ച് വിഭവസമൃദ്ധമായ കറികളൊക്കെ വെച്ച് ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ പ്രകമ്പന സിനിമ ഇരുന്ന് കണ്ടുട്ടോ കുറച്ചു നേരം. പിന്നെ നമ്മളൊരു ഉച്ചമയക്കമായിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം ഇപ്പൊ നമുക്ക് മുറ്റടിക്കാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് അകടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആ പരിപാടിയിലായിരുന്നു. പിന്നെ നല്ല പഴുത്ത മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് അതൊക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ പുറത്തോട്ടേക്ക് ഒന്ന് ഇറങ്ങി, വെറുതെ വൈകുന്നേരം ഒന്ന് കാഴ്ച കാണാൻ. അങ്ങനെ നോക്കിയിരിക്കണേരത്താണ് നമ്മളവിടെ ഒരു പുതിയ അതിഥി വന്നത്. വേറെ ആരും അല്ലാതെ ഇത് നമ്മളവിടെ ഉണ്ടായതാട്ടോ. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, ഇതോണ്ട് ഉള്ളിൽ നിൽക്കുന്നുണ്ടില്ലേ, ലാലേട്ടനെ പോലെ ചെരിഞ്ഞ് നിൽക്കുന്ന. ഇതും ഇപ്പൊ ഉണ്ടായതാണ്. ബട്ട് ഞാൻ ഇപ്പഴാ ഇറങ്ങിയപ്പോട്ടെ ഞാനിപ്പോ കണ്ടേ, അല്ലെങ്കിൽ നീ ശ്രദ്ധിക്കില്ല. അങ്ങനെ പ്രകൃതി ആസ്വദിച്ച് പിന്നെ കുറച്ചേരം ഊഞ്ഞാലയിലൊക്കെ ഇരുന്ന് ആടി. പിന്നെ വൈകുന്നേരം ഇപ്പൊ നമ്മളെ പരിപാടി തുടങ്ങി. ഏത് പെട.
വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോ നമ്മളൊരു ചായ കൂടി ഉണ്ട്. അപ്പൊ കട്ടൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെയാണ് ഗൈസ് ഓർമ്മ വന്നത്, ഉച്ചയ്ക്ക് ഞാൻ പായസം കുടിച്ചില്ല. ഉച്ചയ്ക്ക് കഴിച്ച സദ്യ കഴിച്ച് മത്ത് പിടിച്ച് ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ പിന്നെ സേമിയ പായസമൊക്കെ കഴിച്ച് ചൂടോടെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് സമയം കളഞ്ഞു. പിന്നെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ലെന്ന്. പിന്നെ വീണ്ടും നമ്മളെ പരിപാടി തുടങ്ങിയിട്ടാ. ഞാൻ പിന്നെ വീണ്ടും പോയി ഒരു ഗ്ലാസ് പായസം കൂടി കുടിച്ചു കൂട്ടാം. പിന്നെ ലാത്തിരി പൂത്തിരി മത്താപ്പൂ അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.